അല്പസമയം കർത്താവിൻ്റെ ദാസന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും വേദപുസ്തകത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഒരു നിലയിലും കുറഞ്ഞു പോകരുത്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം വർദ്ധിച്ചു വരുവാൻ ഇടയായിത്തീരണം. അടുത്ത ഭാഗത്ത് നാം വായിക്കുന്നത് അവനിൽ വേരൂന്നണം. ആരിൽ? കർത്താവിൽ വേരൂന്നണം. ഊന്നിയും പിന്നെ നിങ്ങൾക്ക് ആത്മീയ വർധനവ് പ്രാപിച്ചു. എന്നും നാം പലതിലും വർധനവ് ആഗ്രഹിക്കുന്നവരാണ്. ഭൗതികമായ പല വിഷയങ്ങളിലും നാം വർധനവ് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും വർധനവ് അധികം ആഗ്രഹിക്കാത്തത് ആത്മീയ വിഷയത്തിലായിരിക്കാം. എന്നാൽ ചില ദൈവമക്കൾക്ക് ആത്മീയ ജീവിതത്തിൽ വർധനവ് പ്രാപിച്ച് മുന്നേറണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന നിലകളിൽ അവർക്ക് എത്തുവാൻ കഴിയുന്നതുമില്ല. വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടട്ടെ. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉറയ്ക്കണം. വിശ്വാസത്തിൽ നാം ഉറയ്ക്കണം. നമുക്കെല്ലാം ഒരു പേരുണ്ട്. ആരാ? വിശ്വാസികൾ. വിശ്വാസി എന്ന് നമുക്ക് പേരുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് എന്ത് കുറവാണ്? വിശ്വാസം കുറവാണ്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണമേ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചും. അടുത്ത ഭാഗം എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ് സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. ഒരു ദൈവ പൈതൽ എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വി.എ. തോമസ് സാറ്, അദ്ദേഹം ഒരിക്കൽ ചെത്തോങ്കര സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ പ്രിയ ദൈവദാസൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹം അടുത്ത ദിവസം റാന്നിയിൽ ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സഹോദരി കൊട്ടയിൽ കുറച്ച് സാധനവുമായിട്ട് കടന്നു പോകുന്നു. ആ സമയത്ത് വി.എ. തോമസ് സാറ് ആ പ്രിയ മാതാവിനോട് ചോദിച്ചു, അമ്മച്ചി ഈ കൊട്ടയ്ക്കകത്ത് എന്തുവാണ് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് സ്തോത്രം കുമ്പളങ്ങ എന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എന്താണ്? എന്താ പറയണമെന്നാണ് പറഞ്ഞത്? സ്തോത്രം പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മച്ചി പറഞ്ഞു, ആദ്യം എന്ത് പറഞ്ഞു? സ്തോത്രം പറഞ്ഞിട്ടാണ് പറഞ്ഞത് കുമ്പളങ്ങ എന്ന്. പക്ഷേ അങ്ങനെയല്ല നമ്മുടെ സ്തോത്രം പറയേണ്ടുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നാം സ്തോത്രത്തിൽ വർദ്ധിച്ചു വരണം. 1-ാം അധ്യായം 13-ാം വാക്യം കൂടെ വേഗത്തിൽ ഒന്ന് വായിച്ച്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി പിതാവിന്
എങ്ങനെ സ്തോത്രം പറയണമെന്നാ? സന്തോഷത്തോടെ നാം സ്തോത്രം പറയണം. ആരും നിർബന്ധിച്ചെന്ത് ചെയ്യണ്ട, സ്തോത്രം പറയണ്ട. പിന്നെ എങ്ങനെ പറയണം? സന്തോഷത്തോടെ ഒരു ദൈവ പൈതൽ സ്തോത്രം പറയുവാൻ ഇടയായി തീരണമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം കൂടി ഒന്ന് വായിച്ച്. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. എന്തു പെരുകിയപ്പോഴാണ് സ്തോത്രം വന്നത്? കൃപ പെരുകിയപ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപ പെരുകിയാൽ എന്തുണ്ടാകും? അത് നമുക്ക് ചിലർക്ക് കോപം പെരുകിയാൽ പലതും ഉണ്ടാകും. എന്നാൽ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടുന്നത്? പെരുകേണ്ടുന്നത്. കൃപ പെരുകണം. കൃപ പെരുകിയാൽ നാം സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ചില പ്രിയപ്പെട്ടവരെ നാം കണ്ടിട്ടുണ്ട്, അവരെപ്പോഴും സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരുടെ നടപ്പിലും അവരുടെ ഇരിപ്പിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് 3-ാം അധ്യായത്തിലേക്കൂടെ വന്ന് അതിൻ്റെ 16-ാം വാക്യം മുതൽ വായിച്ച്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. എങ്ങനെ പാടണം? നന്ദിയോടെ. ദൈവം നമ്മെ വിടുവിച്ച വിടുതലിനെ ഓർത്ത്, പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത്, ദൈവം നിനക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നീ എന്ത് ചെയ്യണം? നന്ദിയോടെ ദൈവത്തിനെ പാടി സ്തുതിക്കണം. ഇങ്ങനെ ആ ആ ആ ആ അടുത്തത് വാക്കിനാലോ ക്രിയയാലോ ആ അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു നിർത്തുവീൻ എന്നാണോ? പിന്നെയോ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കണം. ദൈവമക്കൾ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി വിടേണ്ടുന്നത് ഒരു സ്തോത്രത്തോടു കൂടി ആയിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ സ്തോത്രം പറഞ്ഞ് ബഹളം വെക്കണമെന്നല്ല ഞാൻ ഓർപ്പിച്ചത്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നത് നാം സ്തോത്രത്തോടു കൂടെ ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആയതുകൊണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് നാം ദൈവത്തെ സ്തുതിക്കണം. നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നാം സ്തുതിക്കാതിരുന്നാൽ ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ്. നാം സ്തുതിക്കാതിരുന്നാൽ, നാം പാടാതിരുന്നാൽ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ അത് ദൈവത്തോട് കാണിക്കുന്ന അവഹേളന മാത്രമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മൗനമായിട്ടിരിക്കുവാൻ കഴിയില്ല. ആരെല്ലാം സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ആരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഇല്ലെങ്കിലും അവൻ എന്ത് ചെയ്യും? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുവാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 5-ന്റെ 12-ാം വാക്യം കൂടെ വായിച്ച്. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തി, ബലം, ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ്, സ്തോത്രത്തിന് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ,
ബഹുമാനത്തിന് യോഗ്യൻ, സർവശക്തിക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാകിയാൽ ദൈവ പൈതലെ നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് 11:17 വെളിപ്പാട്. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു കാര്യം നാം ഓർക്കണമേ, ഇവിടെ നാം ആരാധിക്കുകയാണ്. നാം നിത്യതയിൽ ചെന്നാലും അവിടെ നമുക്ക് എന്തേ ഉള്ളൂ? ആരാധനയുള്ളൂ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം. ഒരിക്കലൊരു സഭായോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു, നമുക്ക് ഇവിടെയും ആരാധനയുണ്ട് അവിടെയും ആരാധന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു അപ്പച്ചന് വലിയ പ്രയാസമായി. ഇവിടെ ആരാധിച്ച് എന്ത് ചെയ്യുക? മടുക്കുക. പിന്നെ അവിടെ ചെന്നാൽ ഇനി ആരാധനയുള്ളോ എന്ന് എന്നോട് യോഗം കഴിഞ്ഞപ്പോൾ ചോദിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, അവിടെ ഇതേ ഉള്ളൂ. പ്രൈസല്ലോ, 24 മണിക്കൂർ അവിടെ എന്തുള്ളൂ? അവിടെ ആരാധന മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഉയർന്നു വരണം. പുറമെ വായിൽ കൂടി ഒരു സ്തോത്രം പറഞ്ഞു വിടുകയല്ല, പിന്നെയോ നാം ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തിനൊരു സ്തോത്രം പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആയിരിക്കട്ടെ. സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ദൈവത്തിന് കൊടുപ്പീൻ. സ്തുതി, സ്തോത്രം, ആരാധന എല്ലാം നമ്മുടെ ദൈവത്തിന് കൊടുപ്പീൻ. നിങ്ങൾ സങ്കീർത്തനങ്ങളോടും സ്തുതികളോടും കൂടെ എവിടെ വരുവീൻ? എൻ്റെ ആലയത്തിൽ വരുവീൻ. പ്രാർത്ഥനയിൽ നിങ്ങൾ കടന്നു വരുവീൻ. എങ്ങനെ വരണം? പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന കുറയരുത്, നമ്മുടെ സ്തോത്രം കുറഞ്ഞു പോകരുത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുവാനല്ലേ നാം വന്നത്? ദൈവത്തെ സ്തുതിക്കുവാനല്ലേ നാം വന്നത്? അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് സ്തോത്രം കൊടുത്ത്, മഹത്വം കൊടുത്ത്, യാഗമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.